ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് കുക്കിങ്ങും സ്റ്റിച്ചിങ്ങും പിന്നെ പാക്കിങ്ങും പിന്നെ മോന് സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ജോലിയൊക്കെ തീർക്കാനുള്ള തത്രപ്പാടിലാണ്. ഒരു 5:30 ആയപ്പോൾ ഞാൻ ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് പ്ലാനറൊക്കെ എഴുതി ഒന്ന് റിലാക്സ് ആയിട്ട് നേരെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കലാണ് ആദ്യത്തെ ജോലി കേട്ടോ. കാരണം ചായയും കൂടെ കുടിച്ചാലാണ് ഞാനൊന്ന് ഫ്രഷായി വരിക. അപ്പോൾ ചായ ഇടുന്നതിന് മുമ്പേ ഞാൻ ആദ്യം മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് കേട്ടോ, ഐസൊക്കെ ഒന്ന് മാറാനായിട്ട്. അതിന് ശേഷം അരി കഴുകി ഇതേ കുക്കറിലിട്ടിട്ടുണ്ട്. രാവിലെ മോന് സ്കൂളിൽ പോകാനായിട്ട് ചോറ് കിട്ടണം. അപ്പോൾ അതിനും കൂടെയാണ് കേട്ടോ പെട്ടെന്ന് ജോലി തീർക്കുന്നത്. അപ്പോൾ ഒരു 9 മണിക്ക് മുൻപേ എൻ്റെ എല്ലാ ജോലികളും തീർത്ത് തുണിയൊക്കെ അലക്കി കുളിച്ച് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അന്നത്തെ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലാണ് പിന്നെ ഭയങ്കര പാടാണ്. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ചെയ്യാമെന്ന് ചില സമയത്ത് ഞാൻ കരുതും ബാക്കി ജോലി പിന്നെ ചെയ്യാമല്ലോ എന്ന്. പക്ഷേ ഉണ്ടല്ലോ ആ ദിവസം ജോലി അങ്ങോട്ട് നീങ്ങത്തുമില്ല, എൻ്റെ ഒരു ജോലിയും ബാക്കിയുള്ള നടക്കത്തുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 9 മണിക്ക് മുമ്പ് എല്ലാം തീർക്കാനുള്ള ആ ഒരു ഓട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ്. ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, മുളക് പൊടി ഇരിപ്പുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ ചോറ് വെച്ചു. ചോറിന് കൂട്ടാനായിട്ട് മീൻകറി വെക്കണം, ഒരു തോരൻ വെക്കണം, പിന്നെ പുളിയിഞ്ചി ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി. അപ്പോൾ ഇത് ഇത്രയും രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോൾ ബാക്കി സമയം എനിക്ക് ഫ്രീ ആയി കിട്ടും. ഫ്രീ ആയി കിട്ടുന്നതല്ല, എനിക്ക് എൻ്റെ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും വീട്ടിൽ ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവർക്കാണെങ്കിലും രാവിലെ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഒരു പണിയും നടക്കാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ജോലികളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചായ ഇട്ട് കൊണ്ടുവന്നു. ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ആലോചിച്ച് ഇന്ന് പ്ലാനറിൽ എഴുതിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ വീണ്ടും കിച്ചണിലേക്ക് കയറി. പിന്നെ പാത്രങ്ങൾ അപ്പോഴപ്പോൾ വരുന്നതൊക്കെ അങ്ങനെ അങ്ങ് കഴുകി വെക്കും. പിന്നത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതും കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി അടുത്ത ജോലിയിലേക്ക് കടക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിലായിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഒരു കമൻറ്റിൽ പറഞ്ഞത് തയ്ക്കുമ്പോൾ തലയണ വെച്ചിട്ട് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നടുവേദന ഉണ്ടാവും, അതായത് ഒരേപോലെ ഇങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് തയ്ക്കുന്നവർക്കൊക്കെ നടുവേദന വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് തയ്ക്കും, എന്നിട്ട് കുറച്ചൊന്ന് എണീറ്റ് നടന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വന്നിരുന്ന് തയ്ക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പില്ലോ വെച്ചിട്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പില്ലോ വെച്ചിട്ടിരുന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തയ്യൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് തയ്ക്കുന്ന ആളല്ല കേട്ടോ. കുറച്ച് നേരം ഇരിക്കും, എണീറ്റ് നടക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. എന്നിരുന്നാലും പില്ലോ വെച്ചപ്പോൾ കുറച്ചുകൂടെ സൗകര്യമായി കേട്ടോ, കുഴപ്പമില്ല, നല്ലതായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് കാണിക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്ത ആൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ ആ കമൻറ്റിൻ്റെ താഴെ തന്നെ വീണ്ടും കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതുപോലെ പില്ലോ വെച്ച് തന്നെ തയ്ക്കണം കേട്ടോ. അപ്പോൾ അതൊരു നല്ല ബാക്ക് പെയിൻ ഉണ്ടാവാതിരിക്കാനുള്ളൊരു എളുപ്പവഴി കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ കമൻ്റ് എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമെന്നായിരുന്നു. അതിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ലേറ്റ് ആവുന്നത്. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് മുടങ്ങാതെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനും അതുപോലെ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ വന്നൊരു കമൻറ്റാണ് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനത് വിശദമായിട്ട് ഏത് ഡ്രസ്സിൻ്റെതാണോ കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് കാണിക്കാം.
അപ്പോൾ ഞാൻ പുറത്ത് തയ്ച്ച് കൊടുക്കുന്നതാകുമ്പോൾ ഞാൻ വളരെ സ്പീഡിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് തയ്ച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റി എന്ന ഒരു വരില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഇനി ഞാൻ എൻ്റെ തന്നെ പേജാണ് വാസുകി കമലം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ്. ആ പേജിലേക്ക് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സമാധാനമായിട്ടിരുന്ന് ശരിക്കും അളവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്ത ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടും. പിന്നെ എനിക്ക് ശരിക്കും മറ്റൊരു ചാനൽ കൂടെ ഉണ്ട്, മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആദ്യം ഇട്ടിരുന്നു, പക്ഷേ വലിയ റീച്ച് കിട്ടിയില്ല. പിന്നെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യാനും ഹാൻഡ് വർക്കും എംബ്രോയ്ഡറിയും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുവിധം റീച്ചായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നതും ഹാൻഡ് വർക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ആ ഒരു ചാനലിൽ മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ പോയിട്ടൊന്ന് കാണുക കേട്ടോ. പിന്നെ വന്ന ഏറ്റവും വലിയൊരു കമൻറ്റാണ്, ഏറ്റവും വലിയ കമൻ്റ് എന്നല്ലൊരു ചെറിയ കമൻറ്റാണ്, പക്ഷേ അതിൻ്റെ ആൻസർ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ അത് ഫുള്ളായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം ഒറ്റ കോഴ്സ് കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത്. ഒരുപാട് വർഷം കൊണ്ട് പല പല കോഴ്സുകൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആൾക്ക് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്ന കമൻസിനുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ അതേ രാവിലത്തെ എൻ്റെ പണികളെല്ലാം ഒരുവിധം ഒതുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതേ മോനെ സ്കൂളിൽ ഇനി ചോറ് കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അടിയിൽ ഞാൻ ഇതുപോലെ ഒളിപ്പിച്ചൊരു പീസ് വെക്കും കേട്ടോ മീനിൻ്റെ. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കൂടെ ഒന്ന് വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിലാണ് ചോറ് ഇടുക. അപ്പോൾ ഷെയർ ചെയ്ത് വരുമ്പോഴേക്കും എല്ലാം കിട്ടില്ലല്ലോ, അങ്ങനെ വരുമ്പോൾ അടിയിലുള്ളതെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊരു രസമാണല്ലോ സ്കൂളിൽ പോയി ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അതേ മോന് ചോറൊക്കെ കെട്ടി അവനെ റെഡിയാക്കി വിടുകയാണ്. അപ്പോൾ മോൻ ഒരു 9 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള സമയം കുറച്ചൊന്ന് ഒരു പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്താലാണ് വർക്കും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുക കേട്ടോ. അങ്ങനെ മോനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന നേരത്ത് എന്തൊക്കെയാണ് മനസ്സിൽ കൂടെ മാഞ്ഞു പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. 100,000 കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും. അപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ഫോണിൽ റീൽസും കണ്ട് ഉള്ള സമയം അത്രയും കളഞ്ഞ് ആവശ്യമില്ലാത്ത ടെൻഷനും ഡിപ്രഷനും ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ട്, ഒരു 9:30 വരെ ഇരുന്ന് ആലോചിക്കാനായിട്ടും ഓവർ തിങ്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം. അത് കഴിഞ്ഞ് ഞാൻ വേർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് എൻ്റെ കുഞ്ഞമ്മ തന്ന മെഷീനാണ്. പക്ഷേ ഇതിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മോൻ എനിക്ക് റെഡിയാക്കി തന്നതാണ്. എന്നിരുന്നാലും അതിൽ ഓവർലോക്ക് വർക്കാവുന്നില്ല. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചതാണ്. അതിനി കൊണ്ടുപോയി ശരിയാക്കണം. എന്നിട്ട് ഞാൻ മോൻ്റെ റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവൻ ഇവിടെ ആകെ കുളമാക്കി ഇട്ടേക്കെയാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയർ നോക്കിയപ്പോൾ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ആ ഡ്രോയർ അടിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫിനുള്ളിലേക്ക് ഡ്രോയറിലിരുന്ന ആ ഒരു തുണിയൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ്. പിന്നെ ആകെ ഒരു കോലം കെട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇപ്പുറത്തോട്ടും ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അപ്പുറത്തോട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ സമയം സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്നതിന് മുൻപേ ഒന്ന് ഒതുക്കി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ, സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മാത്രമായിട്ട്. അല്ലെങ്കിൽ ഈ വീട് മുഴുവനും വ്യാപിച്ച് കിടക്കുകയായിരുന്നു എൻ്റെ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത്. ഇപ്പോൾ അവന് മാത്രം ആ റൂമൊന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അവൻ്റെ റൂം റെഡിയാക്കി കൊടുത്തു, ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കി, കട്ടിലൊക്കെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയിട്ടു. പിന്നെ ഈ ഒരു ഷെൽഫിനകത്ത് അവൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് ബുക്സൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കുറച്ചൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കിടന്നു കഴിഞ്ഞാൽ പോയി കേട്ടോ ഉറങ്ങിപ്പോവും. അപ്പോൾ നേരത്തെയാണ് ഊണ് കഴിച്ചത് കേട്ടോ, 12:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് പെട്ടെന്ന് ഞാൻ കരുതി ഒരു പില്ലോ കവർ തയ്ച്ചെടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പില്ലോ കവറൊക്കെ തയ്ച്ച് റെഡിയാക്കി എടുക്കുകയാണ്.
അപ്പോൾ പെട്ടെന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോയിലോ അങ്ങനെ എന്തിലേലും ഇട്ടേക്കാം കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ പറയുക, എന്നാൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അങ്ങനെ അതേ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരു സുഖേടുണ്ട്. തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടേക്കും കുറച്ച് സമയമെടുത്ത് പതുക്കെയൊക്കെ തയ്ക്കാൻ തോന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു മടി വരുന്നതിന് മുമ്പേ ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുകയാണ്. അങ്ങനെ പില്ലോ കവറൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കരുതി എന്തായാലും രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് സാധനങ്ങളും കൂടെ ഒന്ന് ഒതുക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാ സംഭവങ്ങളും സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഒന്നിച്ചിരുന്നാലാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ചിങ് ജോലിയൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് പല സ്ഥലത്തായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് കുറേ സമയം വൈകി. പിന്നെ മോൻ സ്കൂൾ വിട്ട് വന്നു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നിട്ട് മേലൊക്കെ കഴുകിയിട്ട് വീണ്ടും അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് കളക്ഷന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റാർട്ടിങ് ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മുടെ വാസുകി കമലം എന്ന ഇൻസ്റ്റാ പേജിൻ്റെ ക്രിസ്മസ് കളക്ഷൻസ് ഇവിടെ അതേ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എളുപ്പമുണ്ട്, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു ഓർഡർ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ കൊടുക്കണം, പാക്ക് ചെയ്ത് എത്തിക്കേണ്ടതാണ്. നാളെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ തിരക്കിട്ടിരുന്ന് തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ തയ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ നിങ്ങൾക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ DM ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്. ഇത് റോ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ഡ്രസ്സ് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ഡ്രസ്സ് ഇതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പമുണ്ട്, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ക്രിസ്മസ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്യുക. അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ വാസുകി കമലം എന്ന ഇൻസ്റ്റാ പേജിൽ ഇതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പേജ് ഒന്ന് ഫോളോ കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞു, സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി പാക്കിംഗ് ആണ്. ഇത് ഇന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി നാളെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഓർഡർ കിട്ടിയതായിരുന്നു കേട്ടോ. നമ്മുടെ പേജിൽ നിന്നുള്ള ഓർഡർ കിട്ടിയതാണ്. പേജ് കണ്ടിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ്റെ 2 ഡ്രസ്സുകളും. അപ്പോൾ ഇത് 3ഉം നാളെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ നാളെ കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്റ്റിച്ചിങ് ജോലികളൊക്കെ അതെ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി ബാക്കി ജോലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ബിസി ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.